നമസ്കാരം. മധുര തിരുപ്പറം കുന്നിലേക്ക് മാംസാഹാരവുമായി പ്രവേശിക്കാൻ മലയാളി സംഘത്തിന്റെ ശ്രമം. 40ഓളം പേരടങ്ങുന്ന സംഘമാണ് തിരുപ്പറംകുന്ന് മലയിലേക്ക് ഇത്തരമൊരു മാംസാഹാരവുമായിട്ട് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇവരിൽ ചിലർ SDP ആഭിമുഖ്യമുള്ള വ്യക്തികളാണോ എന്ന് സംശയിക്കപ്പെടുന്നു. മലമുകളിലേക്ക് മാംസാഹാരം കൊണ്ടുപോവുകയോ വിളമ്പുകയോ ചെയ്യാൻ പാടില്ല എന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഇവരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഹിന്ദു സംഘടനകൾ തിരുപ്പറംകുന്றம் കുന്നുകളിൽ ദീപം തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ അവിടെ നടത്തിയിരുന്നു. അതിനെ എതിർക്കുവാനുള്ള സർക്കാരിന്റെ ഓരോ ശ്രമങ്ങളെയും അവർ ശക്തിയുക്തം എതിർക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ദീപം തെളിയിക്കുവാനുള്ള അനുമതി നൽകിയ ജഡ്ജിനെ പോലും ഇംപീച്ച് ചെയ്യാനായിട്ടാണ് സർക്കാർ ശ്രമം നടത്തിയത്. അതായത് DMK സർക്കാർ ശ്രമം നടത്തിയത്. അതല്ലാതെ അവിടെ ന്യായമായി ഹിന്ദുക്കൾക്ക് ആവശ്യമായ രീതിയിൽ അവിടെ ഒരു ദീപം തെളിയിക്കുവാനുള്ള ഒരു സജ്ജീകരണം ചെയ്തു കൊടുക്കുകയല്ല ആ സമയത്ത് സർക്കാർ ചെയ്തത്. പക്ഷെ അവിടുത്തെ ഹിന്ദുക്കളുടെ പോരാട്ട വീര്യം കണ്ട് സർക്കാർ ഒടുവിൽ അടിയറവ് പറയുകയായിരുന്നു. ഇപ്പോൾ ഈ 40 പേരടങ്ങുന്ന സംഘത്തിനെയും വേണമെങ്കിൽ അങ്ങോട്ട് കയറ്റി വിടുമായിരുന്നു DMK സർക്കാർ. പക്ഷേ ഈ പ്രക്ഷോഭത്തിലൂടെ DMKക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഹിന്ദുക്കൾ പിന്നോട്ടില്ല എന്നുള്ളൊരു കാര്യം. ഇതിനു മുന്നേ അവിടെ പച്ചക്കൊടി നാട്ടുവാൻ വന്ന ആൾക്കാരെ നാട്ടുകാർ ഇടപെട്ട് തിരിച്ചയക്കുക എന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുരുകന്റെ പ്രധാനപ്പെട്ട 6 വാസസ്ഥാനങ്ങളിൽ ഒന്നാണ് തിരുപ്പറംകുന്றம் അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതിനോട് ചേർന്ന ഒരു ദർഗയും പിൽക്കാലത്ത് പണിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ദർഗ അവിടെ ഉള്ളതിനാൽ തിരുപ്പറംകുന്றம் കുന്നിന്റെ പേര് പോലും മാറ്റാനുള്ള ഒരു ശ്രമം അവിടുത്തെ SDPI നേതാക്കൾ അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. ഇതിനു വേണ്ടിയിട്ട് വലിയൊരു ഒത്താശ ചെയ്തു കൊടുത്തതോ ആകട്ടെ DMK സർക്കാരും. അവിടെ മൃഗബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി അവർ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഹിന്ദു മുന്നണി നൽകിയ ഹർജിയിൽ മധുര ഹൈക്കോടതി ബെഞ്ച് അവിടെ മാംസാഹാരം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിടുകയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു വിലക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ഇതിനു മുന്നേ തന്നെ മാംസാഹാര ബിരിയാണി അവിടെ വച്ച് വിളമ്പുന്ന ഒരു സമീപനം മുന്നേ ഉണ്ടായിരുന്നു SDP നേതൃത്വത്തിൽ. അതിന് ആ സമയത്ത് DMK സർക്കാർ തന്നെ അവർക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുത്തിരുന്നു. ഹിന്ദുക്കളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അതിന് അനുമതി അവർ DMK നൽകിയിരുന്നു. എന്നാൽ ഇന്ന് സംഘടിതമായ ഹിന്ദു സമൂഹം ഇതിനെതിരെ പോരാടുകയും അവർ നീതി വാങ്ങിയെടുക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.